ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു ചെറിയ റെസിപ്പിയാണ്. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റുമായിട്ടുള്ള ഒരു ചട്നിയാണ്. ബോട്ടിൽ ഗാർഡ് തോല് കൊണ്ട് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം. ഇത് ചുരയ്ക്കാന്ന് തമിഴിൽ ഞങ്ങൾ പറയാറുണ്ട്. ഇത് ഇംഗ്ലീഷിൽ ബോട്ടിൽ ഗാർഡാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിൻ്റെ പീൽ വെച്ചിട്ട് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം. ഇത് ടോട്ടലി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ല ഒരു വെജിറ്റബിളാണ്. ഇതിൻ്റെ ആദ്യം നമുക്ക് ഇതൊരു തോല് ചെത്തിയെടുക്കാം. ഇതിൻ്റെ അകമുള്ള വൈറ്റ് ഭാഗവും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമുക്ക് വച്ചിട്ട് വൈറ്റ് പോർഷൻ വച്ചിട്ട് നമുക്കൊരു റെസിപ്പി ഉണ്ട്, അതും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ബോട്ടിൽ ഗാർഡിൻ്റെ ഇത് നമുക്ക് തോലെടുത്ത് മാറ്റി വയ്ക്കാം. ബോട്ടിൽ ഗാർഡിൻ്റെ സ്കിന്നൊക്കെ മാറ്റി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറെ ഏതെങ്കിലും കൂട്ട് നമുക്ക് ഉണ്ടാക്കാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു കടായി ഗ്യാസിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ, എന്ത് ഓയിലായാലും കുഴപ്പമില്ല, ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു 4-5 വറ്റൽമുളകും 7 വറ്റൽമുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഈ എരിവ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാമെന്നുള്ളതാണ്. ഞങ്ങൾക്ക് കുറച്ച് എരിവ് വേണം. അതിനുശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഇത് നമുക്ക് തോലോട് തന്നെ അതിലേക്ക് ഇടാം. വറ്റൽമുളക് കുറച്ച് വാടിയ ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ബോട്ടിൽ ഗാർഡിൻ്റെ സ്കിന്നിട്ട് നല്ലതുപോലെ വഴറ്റാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചീരയും കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പും കൂടി ഇട്ടിട്ടുണ്ട്. കല്ലുപ്പ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ചീരയൊക്കെ വഴണ്ട് കിട്ടും. നമ്മളിട്ട ചുരക്കയുടെ തോലും കറിവേപ്പിലയും വാടി വരുമ്പം നമുക്ക് 1 നെല്ലിക്കയുടെ അളവ് പുളിയും കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റണം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ചുരണ്ടിയ തേങ്ങ കൂടിയിട്ട് അത് കുറച്ച് നല്ല കളർ മാറുന്നത് വരെ വഴച്ചെടുക്കാം. തേങ്ങയൊക്കെ നല്ലതുപോലെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് തിളച്ചാറ്റിയ വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. അത് 2 ദിവസത്തേക്ക് ഈ ചട്നി നമുക്ക് വയ്ക്കാൻ ഉപകരിക്കും. പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഗാർഡ് തോലിൻ്റെ ചട്നി റെഡിയായി. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇനി നമുക്കതിലേക്ക് കടുക് വറുക്കാം. ഒരു കടായി ഗ്യാസിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ എണ്ണയും കടുകും വറ്റൽമുളകും എല്ലാം ഇട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നി അഥവാ ചമ്മന്തി റെഡിയായി. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.